ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇത് നമ്മുടെ അബിയു പ്ലാന്റ് ആണ്. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്, നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഇപ്പം അബിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കേ. അപ്പം ഇതിനകത്ത് ഒത്തിരി ആളുകൾക്ക് പ്രശ്നം അബിയു പച്ചയായിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പക്ഷികൾ വന്ന് കൊത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും അതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്, പക്ഷി കൊത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അബിയുവിൻ്റെ മുകളിൽ നമ്മൾ കവർ ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ പഴയ കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കവറാണിത്. ഇത് ഓൺലൈൻ വാങ്ങിയതാണ്. ഇത്ര മതി. ഇത്ര ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അബിയു. നമുക്കിതിനകത്ത് കുറച്ച് ഫ്രൂട്ടൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഇതുപോലത്തുള്ള കവറുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇനി അതല്ല, നമ്മുടെ എല്ലാം നമുക്കൊരു 22 അബിയു പ്ലാന്റ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് എല്ലാം നമ്മൾ ഇതുപോലെ കവർ ചെയ്തിട്ടില്ല. വലുതാവുന്ന ഇപ്പം നമ്മളിപ്പോൾ ഇത് കവർ എടുത്തു, അടുത്തതിനിടും, അങ്ങനെ നമ്മൾ കവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിയ കവറ്, പക്ഷെ അത് തീരെ വലിപ്പം കുറഞ്ഞ, ഇതിന് കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ചെറിയ ചെറിയ കവറുകളും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മൾ അബിയുവിന് ഈ പ്രാവശ്യം പുതിയ കവർ മേടിച്ചതാണ്. തീരെ ചെറുതാണ്, ഇതിനെ അപേക്ഷിച്ച് ഇത് ചെറുതാണ്. ഇത്രയും വലിപ്പമുള്ളത് മാത്രം മതി നമുക്ക് അബിയുവിന്. ഇത് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ആദ്യം വലിപ്പമുള്ള നെറ്റ് വാങ്ങുകയാണ് ചെയ്തത്. ഇപ്പം ഇത് നമുക്ക് പറിച്ചെടുക്കാം. കുറച്ചും കൂടി ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കാണും. അപ്പോൾ നിങ്ങളൊക്കെ ഈ അബിയു കാണുമ്പോൾ ഓർക്ക് ഇതിനകത്ത് എന്നാ ഇതൊക്കെ കെട്ടിയിട്ടേക്കണം, റിബൺ കെട്ടിയിട്ടേക്കണം, എഴുതി വെച്ചേക്കണേ, എന്നാ ബോർഡ് എന്നാന്നൊക്കെ ഓർക്കും. ഇത് മണ്ണോത്തി കർഷക സർവീസിൽ PhD ചെയ്യുന്നവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ 5 അബിയു പ്ലാന്റിൽ റിസർച്ച് നടത്തുന്നുണ്ട്. അതനുസരിച്ച് അവർ ഓരോന്നുകൾ ഇതിനകത്ത് പൂ ഉണ്ടാവുന്നത്, അതിനകത്ത് കാ പിടിക്കുന്നത്, അതിൻ്റെ പഴം, അതിൻ്റെ ടെക്സ്ചർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷം ഇപ്പോൾ ഇത് അവസാനിക്കുക, ഏകദേശം 2 വർഷം ആവാൻ പോവുകയാണ്. ഈ ഹാർവസ്റ്റിങ്ങോടുകൂടി അവരുടെ റിസർച്ച് തീരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ചില പ്ലാന്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം പലതരത്തിലുള്ള അബിയു ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നല്ല വലുപ്പമുള്ള അബിയുവിൻ്റെ പ്ലാന്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ ഈ 22 എണ്ണത്തിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്ന ഏറ്റവും ചെറിയ ടൈപ്പുള്ള അബിയു ആണ്. ഇത് നല്ല അത്യാവശ്യത്തിന് ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഇത് ഒത്തിരി വലിപ്പം വയ്ക്കില്ല കായ്ക്ക്, പക്ഷെ അത് ടേസ്റ്റുള്ള ഒരു അബിയു ഫ്രൂട്ടാണിത്. ഇത് കണ്ടോ, ഇത് നിറച്ചുണ്ടാവുന്നുണ്ട്. പക്ഷേ വലിപ്പം കൂടിയ ഫ്രൂട്ട് ഉണ്ടാവുന്നതിനകത്ത് എണ്ണം കുറവായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തൊക്കെ നിറച്ച് കാ പിടിക്കാറുണ്ട്. ഇതാണ് ഒരു കവർ, അതിൻ്റെ നെറ്റ്. ആ നെറ്റ് നമ്മളിത് അബിയുവിൻ്റെ അകത്തെടുത്തിട്ട് അകത്താക്കുന്നു. ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി. നമുക്ക് ഫ്രൂട്ടായി കഴിയുമ്പോൾ, പഴമായി കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങ് വലിച്ചത് ഊരി പഴം നമ്മളെടുക്കും, അടുത്ത ഫ്രൂട്ടിലേക്ക് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഒരു അബിയു പ്ലാന്റ് ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ടൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള കവറുകൾ ഉപയോഗിക്കാം. ഇനി അബിയുവിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിത് പേരക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് പല പർപ്പസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ്, അബിയുവിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ് നമ്മൾ പേരയ്ക്ക് ഉപയോഗിച്ചായിരുന്നു. കാരണം പേരയ്ക്ക പക്ഷിയൊക്കെ കൊത്താതെ നമ്മൾ അതിന് പേരയ്ക്ക് ഉപയോഗിച്ചായിരുന്നു. അപ്പം നമ്മളിത് ഇത് നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ ഒരു നെറ്റ് ഇട്ടേക്കുവാണ്, ഫുൾ കവർ ചെയ്ത ഒരു നെറ്റ് ഇട്ടേക്കുവാണ്. ഇത് കണ്ടോ, നെറ്റിൻ്റെ അകത്ത് കിടക്കുന്ന അബിയു ഫ്രൂട്ടായിട്ട് കിടക്കുന്ന കണ്ടോ, കായ് കിടക്കുന്നതാണ്. നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നെറ്റ് ഉപയോഗിക്കാം. അതുപോലെ അല്ലെങ്കിൽ മറ്റേ നമുക്ക് ചെറിയ കവറുകൾ, നമ്മൾ ഓൺലൈൻ വാങ്ങുന്ന ചെറിയ കവറുകൾ ഉപയോഗിക്കാം. പക്ഷിശല്യമൊന്നും ഇല്ലാത്തവർക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് ഫ്രൂട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, നിപ്പിൾ ഷേപ്പാണ്. നിപ്പിൾ ആണെങ്കിലും പ്രത്യേകതയുണ്ട്. ഇത് നീളം വന്നിട്ട് അതിനകത്ത് നിപ്പിളാണ്. ഒരു നിപ്പിൾ ഷേപ്പിൽ വരുന്ന ഒരു അബിയു ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ്. ഇതിനകത്ത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. ഇത് കണ്ടോ, ഈ അബിയു ആണ് നമ്മുടെ 22 അബിയു പ്ലാന്റിലെ ഏറ്റവും ടേസ്റ്റുള്ള അബിയു ഫ്രൂട്ട്. ഇതിനകത്ത് വലിപ്പം കുറവാണ്, ഒരു സീഡാണ് മിക്കവാറും കാണാറുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാ അബിയുവിനെയും അപേക്ഷിച്ച് ഏറ്റവും ടേസ്റ്റുള്ള അബിയു പ്ലാന്റ് ആണിത്. നിറച്ച് കായ്ക്കുകയും ചെയ്യും, പക്ഷെ വലിപ്പം കുറവാണ്. വലിപ്പം തീരെ കുറവാണ്, പക്ഷെ നിറച്ച് കായ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നൊരു സംശയമാണ്, അബിയു നട്ടിട്ടുണ്ട്, അബിയുവിൽ പൂ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് കാ പിടിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. കാ പിടിക്കാൻ വേണ്ടി ഏറ്റവും ഫലപ്രദമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിനകത്ത് സാഫ് അടിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒത്തിരി പേര് വിളിച്ചു, സാഫ് അടിച്ചു കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടി, അവർക്ക് കാ പിടിച്ച് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെ കാ പിടിക്കുന്നില്ലാത്തവരൊന്ന് സാഫ് അടിച്ചു കൊടുക്കുക. 2.5 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ചോട്ടിലേക്ക് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. സാഫ് ഒരു 10 ദിവസത്തെ ഇൻ്റർവെല്ലിലൊക്കെ അടിച്ചു കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങളുടെ അബിയു പ്ലാന്റിലും പൂക്കൾ കായ്കളായിട്ടുണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പഴങ്ങൾ കിട്ടട്ടെ. അബിയു പ്ലാന്റ് ഇല്ലാത്തവരെ നട്ടുപിടിപ്പിക്കുക. നമ്മുടെ കയ്യിൽ അബിയുവിൻ്റെ ചെറിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്, കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നുമുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.